എബ്രഹാം ഓസ്ലർ, ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്, റിട്ടൺ ബൈ രൺധീർ കൃഷ്ണ, ഡോക്ടർ രൺധീർ കൃഷ്ണ. സിനിമയിലേക്ക് വന്നാൽ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ഇന്റർവ്യൂസിലൊക്കെ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരുന്നു ഒരു അഞ്ചാം പാതിരി ഒന്നും ആവില്ല, അത് അങ്ങനെയുള്ള ഒരു പടം ഞാൻ എടുക്കുകയാണെങ്കിൽ ആറാം പാതിരിയോ മറ്റോ ആയിരിക്കും എന്നുള്ളത്. ഇതൊരു ഇമോഷണൽ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ത്രില്ലർ എന്നുള്ള ഒരു ബേസിൽ എടുത്തിട്ടുള്ള പടമാണെന്നുള്ളതൊക്കെ. പടം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള ചില സീൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞെങ്കിൽ ഒരു യൂണിക് ഫീൽ എന്നുള്ള സീനുകൾ ഒഴിച്ചു നിർത്തിയാൽ ഓവറോൾ ആ ഒരു ത്രില്ലിംഗ് ഇമ്പാക്ട് എവിടെയും തരാനായിട്ട് പടത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുടെ പാസ്റ്റ് ലൈഫിൽ തൊട്ട് പിന്നീട് അദ്ദേഹത്തിന് തന്റെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ചില സംഭവങ്ങളും ആൻഡ് പിന്നീട് ഉണ്ടാവുന്ന ഒരു സീരിയൽ കില്ലിങ്സിനെ അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോറി. സിനിമയിലേക്ക് വന്നാൽ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവിൽ ഒന്ന്, സിനിമയുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്കില് ഒരു ഇൻവെസ്റ്റിഗേഷൻ സീനുകളിൽ ഒന്നില് ഈ ചാറ്റ് ജി പി ടിയുടെ യൂസേജ് ഒക്കെ കാണിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ പലപ്പോഴും പേപ്പറിൽ വായിക്കാറുണ്ട്. കോർട്ടിലൊക്കെ ചില കേസുകളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടിയുടെ ഹെൽപ്പ് തേടിയെന്നൊക്കെ. ആൻഡ് അത് അങ്ങനെയുള്ള ഒരു സീൻ ഇതുപോലുള്ളൊരു മലയാളം മൂവി ഒരു ത്രില്ലർ മൂവിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് വളരെ യുണീക്ക് ആയിട്ട് തോന്നി. ഇനി വരുന്ന ത്രില്ലർ മൂവീസിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറെ സീനുകൾ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ആൻഡ് മെഡിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ചില സീൻസ്, ഈവൻ ഇപ്പൊ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു സീനിലൊക്കെ അത് അത്യാവശ്യം യുണീക്ക് ആയിട്ട് തോന്നി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും പടത്തിൽ അത്രത്തോളം കുക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രൈം ഈ മർഡേഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മർഡേഴ്സ് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ ആ ഒരു സെറ്റ് ചെയ്ത പോലെയായിരുന്നു തോന്നിയിരുന്നത്. അവർ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു ഫീല് പല സീനുകളിലും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആയാലും അവരൊക്കെ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊന്നും ആ ഒരു സീരിയസ്നെസ് എവിടെ നമുക്ക് ഫീൽ ചെയ്യാതെ എന്തോ എങ്ങനെയോ ഒരു ഒഴുക്കിൽ പോകുന്നു എന്നുള്ളതല്ലാതെ എവിടെയും നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനുള്ള ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു ഫീൽ എവിടെയും കൊണ്ടുവരാനായിട്ട് പറ്റിയിരുന്നില്ല. ആൻഡ് ഇപ്പോൾ ഈ സിനിമയുടെ ഫ്ലാഷ് ബാക്ക്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളതിന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞാലും ശരി, ഒരു എന്താ പറയാ ഒരു എക്സ്റ്റെന്റ് വരെ ഓക്കെ എന്നുള്ള രീതിയിൽ പോയിട്ട് പിന്നീട് എങ്ങനെയൊക്കെയോ നമുക്ക് എന്തോ ഒരു രീതിയിലുള്ള കഥ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഇതായിരുന്നു മോട്ടീവ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഇപ്പൊ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയറാമിന്റെ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്തു. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാനുള്ളതില്ല. ആൻഡ് ഇപ്പൊ ബാക്കിയുള്ള ഇപ്പൊ മമ്മൂട്ടിയുടെ ഗസ്റ്റ് അപ്പിയറൻസ്, ഈവൻ എക്സ്റ്റെൻഡഡ് ക്യാമിയോ ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ഒഫീഷ്യലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് കിട്ടിയ റെസ്പോൺസ് വലിയ ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു. ബട്ട് ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിപ്പോ ഏതൊരു ആക്ടർ ചെയ്താലും ഓക്കെ എന്ന് പറയുന്ന ഒരു റോളായിരുന്നു, അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന ഒരു യുണീക് ക്യാരക്ടറായിട്ട് തോന്നിയില്ല. അതിലേക്ക് വന്നിട്ടുള്ള മറ്റുള്ള പെർഫോമൻസ് ആയാലും ഇപ്പൊ സെന്തിലിന്റെ ക്യാരക്ടർ ആയാലും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ അർജുൻ അശോകൻ ആൻഡ് ബാക്കിയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനൊന്നും അത്രത്തോളം വലിയ ഇത് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജഗദീഷിനായാലും ഇപ്പൊ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഏതൊക്കെ മൂവീസ് നമ്മൾ കണ്ടോ അതിലത്തെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇതിലും. അത്രത്തോളം ഒരു എന്താ പറയാ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മിഥുൻ മുകുന്ദന്റെ BGM ആയാലും റോഷാക്കിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് വേറെ ലെവലായിരുന്നു. ബട്ട് ഇതില് ആ ഒരു ത്രില്ലിംഗ് മൂഡിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു BGM ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ആൻഡ് തേനീശ്വറിന്റെ സിനിമാറ്റോഗ്രാഫി കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എഡിറ്റിംഗ് ആയാലും ശരി, ഇപ്പൊ സിനിമയുടെ ഡ്യൂറേഷൻ വലിയ ഇടയ്ക്കൊക്കെ വളരെ ലാഗ് തോന്നി. ഈവൻ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കയറിയപ്പോഴൊക്കെ അത്ര വലിയൊരു എന്താ പറയാ പലയിടത്തും വെട്ടിക്കുറയ്ക്കായിരുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. പടം കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സീൻ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ സീൻ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽ എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കാനുള്ള സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പടം അവസാനിപ്പിച്ചുള്ളത് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. ഇപ്പോ മിഥുൻ മാനുവലിന്റെ ഇപ്പോൾ ഡയറക്ഷനിലാണെന്ന് കേട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം കുറച്ച് വെറൈറ്റി കൊണ്ടുവരും അല്ലെങ്കിൽ മേക്കിങ്ങിലായാലും കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അതും ഉണ്ടായില്ല. ഓവറോൾ അത്രത്തോളം ഒരു ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എബ്രഹാം ഓസ്ലർ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. സോ അൺടിൽ ദെൻ ബൈ.